السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. قل متاع الدنيا قليل والآخرة خير لمن اتقى ولا تظلمون فتيلا. അന സഹോദര സഹോദരിമാരെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ സാലിഹ് ഇബ്നു ഹുമയ്യിദ് ആയിരുന്നു ഖുതുബ ഓതിയിരുന്നത്. അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം അറബി ഭാഷയിൽ ഇൽഹാദി എന്നാണ് പറയുക, നിരീശ്വരത്വം, അഥവാ ഈ കാലഘട്ടത്തിൽ വളരെ വർദ്ധിച്ചു വരുന്നതായ ഒരു രോഗമാണ്, ലോകവ്യാപകമായിക്കൊണ്ടേയിരിക്കുന്നതായ ഒരു രോഗമാണ് മതം പൊട്ടി ജീവിക്കുക എന്നത്. മതത്തോടുള്ളതായ ബന്ധം മുറിക്കുക, മനുഷ്യന്മാർ മതത്തിൽ നിന്നിട്ട് വെടിഞ്ഞ് അവൻ മൃഗതുല്യ ജീവിതം നയിക്കുക എന്നത്. അവൻ അള്ളാഹു നൽകിയതായ ആ മഹാ അനുഗ്രഹമാകുന്ന മറ്റു സൃഷ്ടികളിൽ നിന്നിട്ട് അവനെ വ്യത്യസ്തപ്പെടുത്തിയതായ ബുദ്ധിയെ ഉപയോഗപ്പെടുത്താതെ ആ ബുദ്ധിയിലൂടെ അവൻ എന്തിനാണ് ഇവിടെ വന്നത് എന്നോ, ആരാണ് അവനെ സൃഷ്ടിച്ചത് എന്നോ, എവിടേക്കാണ് അവൻ പോകുന്നത് എന്നോ ചിന്തിക്കാൻ അവരെ കൂട്ടാക്കാതെ വെറും ഷഹ്വാത്തുകൾക്ക് മാത്രം പരിഗണന നൽകി, വെറും ആഗ്രഹങ്ങൾക്ക് മാത്രം പരിഗണന നൽകി മനുഷ്യരെക്കാൾ വളരെ വളരെ താഴ്ന്ന ആ നാൽക്കാലി മൃഗത്തോട് തുല്യതയുള്ളതായ ജീവിതം നയിക്കാൻ വേണ്ടി അവൻ അറിഞ്ഞിട്ടോ അറിയാതെയോ പരിശ്രമിക്കുകയാണ് മനുഷ്യന്മാരിൽ നിന്നിട്ട് പലരും. ഈ ചിന്ത ഇപ്പോൾ വ്യാപകമായി കൊണ്ടേയിരിക്കുകയാണ്. ആധികാരികമായിട്ട് പല പല രാഷ്ട്രങ്ങളിലും ഈ രൂപത്തിലുള്ളതായ ചിന്താഗതികൾ വ്യാപകമായ ഒരു പ്രജകളിൽ അധികരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ആഗ്രഹമുള്ളതായ ആ ഷഹവാത്തുകളെ സ്ഥാപിക്കുന്ന, ആ മൃഗതുല്യ ജീവിതത്തെ സ്ഥാപിക്കുന്നതായ നിയമങ്ങൾ വരെ പാസാക്കാൻ വേണ്ടി പല പല ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ ലോകത്തിൽ വലിയ ശക്തിയുള്ളതായ രാഷ്ട്രങ്ങളാണ് എന്ന് കൊട്ടിഘോഷിക്കുന്നവർ വരെ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെയുള്ളതായ യുഗത്തിലാണ് നാം ജീവിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ നാം മനുഷ്യ പ്രകൃതിയാൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു മനുഷ്യനെ സൃഷ്ടിച്ച രൂപം തന്നെ അവൻ എത്ര പഠിച്ചാലും അവന് ശബ ഉണ്ടാവുന്നതല്ല, അവന് വയറ് നിറയുന്നതല്ല, അവന് എന്ത് ലോകത്ത് ലഭിച്ചാലും വയറ് നിറയുന്നതല്ല, സാമ്പത്തികമായി പുരോഗതി ഉണ്ടായാലും അവന് വയറ് നിറയുന്നതല്ല. അവന്റെ വയറ് നിറയൽ യഥാർത്ഥത്തിൽ അവന്റെ ശബ, അവന്റെ ദാഹവും അവന്റെ വിശപ്പും തീരൽ എന്തിലൂടെയാണ്? അവന്റെ ശരീരത്തിന്റെ അകത്ത് കയറി വരുന്ന, അല്ലെങ്കിൽ കറങ്ങി വരുന്ന, അവന്റെ റൂഹിലും അവന്റെ ജിസ്മിലും അവന്റെ കൽബിലും കറങ്ങി വരുന്നതായ ആ പ്രയാസങ്ങളെ, പരിഭ്രാന്തതയെ, ഖലഖ് എന്ന അറബി ഭാഷയിൽ പറയുന്നതായ അലട്ടുക എന്നതായ പ്രശ്നങ്ങളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുക, എപ്പോഴും ടെൻഷൻ അടിക്കുക, അങ്ങനെ ടെൻഷൻ ഉണ്ടാവുക എന്നീ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ ഹൃദയത്തിൽ നിന്നിട്ട് മാറിക്കിട്ടുക, അതിനുള്ളതായ മാധ്യമങ്ങൾ കൈക്കൊള്ളുക എന്നതാണ് യഥാർത്ഥത്തിൽ ഫിത്രത്തിന്റെ മതമാകുന്ന ഇസ്ലാം ജനങ്ങൾക്ക് നൽകുന്നത്. ആ പ്രകൃതിയുടെ മതമായ ഇസ്ലാമിലേക്ക് മടങ്ങലല്ലാതെ മനുഷ്യന് ശബ ഉണ്ടാവൂല എന്നതാണ് മക്ക ഇമാമ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വന്നത്. മനുഷ്യരാശിയെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഷിട്ടിച്ചു എന്നതിനും അവന്റെ ഷിട്ടിപ്പാണ് അവരെന്നതിനും ആ ഷിട്ടിപ്പ് അവൻ അവർക്ക് വേണ്ടി ഇറക്കിയതായ ആ മതത്തിലൂടെ, ആ ഫിത്രത്തിലൂടെ, ഫിത്രത്തിന്റെ മതത്തിൽ അടിയുറക്കലിലൂടെ, അതിലേക്ക് മടങ്ങലിലൂടെ, അതിനെ പഠിക്കലിലൂടെ, അതിനെ ഗ്രഹിക്കലിലൂടെ, അതിനെ മനസ്സിലാക്കലിലൂടെ, അതിനെ പ്രവർത്തിക്കലിലൂടെ അല്ലാതെ അവർക്ക് ശാന്തിയും സമാധാനവും കൈവരുത്താൻ സാധിക്കുന്നതല്ല. നാം സാധാരണ പറയാറുള്ളതായ അള്ളാഹു നമ്മളോട് വിശുദ്ധ ഫുർഖാൻ അലീമിൽ ആഹ്വാനം നൽകിയതായ അള്ളാഹുവിന്റെ ആ മഹാ അത്ഭുത ഗ്രന്ഥത്തിൽ ഉൾക്കൊള്ളുന്ന ആയത്തുകളിൽ ഒന്നാണല്ലോ അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ലിദിക്രില്ലാ എന്നതായ പദം, എന്നതായ ആയത്ത്. സത്യവിശ്വാസികൾക്ക് മാത്രമാണ് ഹൃദയത്തിൽ അലട്ടൽ പോകലും, അതുപോലെ തന്നെ ടെൻഷൻ പോകലും, പ്രയാസം പോകലും, ഇതിനെല്ലാം പ്രതിവിധി കണ്ടെത്താൻ അവർ അള്ളാഹുവിനെ സ്മരിക്കൽ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫിത്രത്തിന്റെ മതത്തിലേക്ക് മനുഷ്യൻ മടങ്ങലിലൂടെയല്ലാതെ അവൻ എത്ര പഠിച്ചാലും എത്ര പുരോഗതി പ്രാപിച്ചാലും അവൻ പ്രകൃതിയാൽ നമുക്ക് കാണുന്നത് പോലെ അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിച്ചത് അങ്ങനെയാണ്. അവന് ബുദ്ധി നൽകി, അവന് വിവേകം നൽകി, അവന് നാക്ക് നൽകി, അവന് കാത് നൽകി, അവന് കണ്ണ് നൽകി. ഇതെല്ലാം എന്തിനാണ് നൽകിയത്? അവൻ ആ അവയവങ്ങളിലൂടെ അള്ളാഹുലേക്ക് എത്താൻ, ആ അവയവങ്ങളെ അവൻ അള്ളാഹുവിന് വേണ്ടി ചെലവഴിക്കാൻ,
ആ അവയവങ്ങളെ അള്ളാഹുവിന് വേണ്ടി കീഴ്പ്പെടുത്താൻ, ആ അവയവങ്ങളിലൂടെ അള്ളാഹുവിന്റെ കഴിവ് കൽപ്പം മനസ്സിലാക്കാൻ. അപ്പോൾ മനുഷ്യൻ അവൻ പ്രകൃതിയാൽ അവൻ പഠിക്കണമെന്ന് ബോധമുള്ള ആളാണ്, ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ചിന്തിക്കണം, പഠിക്കണം, കണ്ടുപിടിക്കണം, അസ്ബാബുകൾ ഉണ്ടാക്കണം, പ്രവർത്തിക്കണം, കാശുണ്ടാക്കണം, സമ്പാദിക്കണം. ഇതെല്ലാം അവന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഊട്ടിയതായ ആഗ്രഹങ്ങളാണ്. എന്നാൽ ഈ ആഗ്രഹങ്ങളോടൊപ്പം തന്നെ അവന് ശാന്തിയും സമാധാനവും കൈവരുത്താൻ അത് ആ പ്രകൃതിയുടെ മതമാകുന്ന മതത്തിലേക്ക് മടങ്ങലിലൂടെ സാധിക്കുകയുള്ളൂ എന്നതാണ് മക്ക ഇമാം പറഞ്ഞു വന്നത്. മനുഷ്യൻ അവൻ പ്രകൃതിയാൽ മറ്റുള്ളവരുമായി ഇടകലർന്ന് ജീവിക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. അതുപോലെ തന്നെ പ്രകൃതിയാൽ അവൻ സ്വയം നിൽക്കാൻ സാധിക്കുന്നതല്ല, അവന് മറ്റുള്ളവരുടെ സഹായവും സഹകരണവും ആവശ്യമുണ്ട് എന്നതും അവന്റെ പ്രകൃതിയിൽ അവനുള്ളതാണ്. മനുഷ്യ സഹജമാണത്, അവനിൽ ഊട്ടപ്പെട്ടതായ ഭാഗമാണ്. അതേ സമയത്ത് അതെല്ലാം ഉള്ളതോടൊപ്പം അവൻ ആ അസ്ബാബുകളെ, അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതായ ആ പ്രവർത്തനങ്ങളെ, ആ യത്നങ്ങളെ, അതിലൂടെയെല്ലാം അവന്റെ ഷിട്ടാവിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിൽ, അവനെ ഷിട്ടിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ, അവന് ഞാൻ തുടങ്ങി വെച്ചതുപോലെ, മക്ക ഇമാമ തുടങ്ങി വെച്ചതുപോലെ അവന്റെ വയറ് നിറയുന്നതല്ല, അവന് ശാന്തി ഉണ്ടാകുന്നതല്ല, അവന് സമാധാനം വീണ്ടെടുക്കാൻ സാധിക്കുന്നതല്ല, അവന് ഖൗഫ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവൻ നിരീശ്വരവാദിയായിരുന്നാലും നിർമ്മതവാദിയായിരുന്നാലും മതം പൊട്ടിയാളായിരുന്നാലും അവന് ഒരിക്കലും നാം മനസ്സിലാക്കുന്നത്, പലരും ധരിക്കാറുണ്ട്, അവരൊക്കെ ഇപ്പോൾ വളരെ സുഖലോലുപായിട്ട് ജീവിക്കുകയാണല്ലോ, എപ്പോഴും വിചരിക്കാം, എന്തും തിന്നാം, എന്തും കുടിക്കാം, എന്തും കാണാം, എന്തും കേൾക്കാം, മൃഗതുല്യ ജീവിതം നയിക്കുന്ന വിഭാഗമാണ് അവര്. അതുകൊണ്ട് അവർക്കൊന്നും ചിന്തിക്കേണ്ടതില്ല, അവർക്കൊന്നും ആലോചിക്കേണ്ടതില്ല എന്നൊക്കെ പലർക്കും തോന്നിപ്പോകാറുണ്ട്. ഒരിക്കലും അല്ല. അവരാണ് ഏറ്റവും പ്രയാസപ്പെടുന്നവരുടെ ജീവിതത്തിൽ. അവർക്കാണ് എപ്പോഴും ഖൗഫ് ഉണ്ടാകുന്നത്, എപ്പോഴും അവർക്കാണ് കലക്കുണ്ടാവുന്നത്, അഥവാ ടെൻഷൻ ഉണ്ടാകുന്നത്, പ്രയാസമുണ്ടാകുന്നത് അവരുടെ ഹൃദയത്തിൽ. എന്തുകൊണ്ട്? അവർക്ക് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ല, അള്ളാഹു സൃഷ്ടിച്ചതായ ലക്ഷ്യത്തിലേക്ക് അവർക്ക് എത്താൻ സാധിച്ചില്ല. അതാണ് ഏറ്റവും വലിയ കാരണം. അപ്പോൾ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട്. സത്യവചനം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്ന ശൈലിയാണല്ലോ നമുക്കറിയാം. വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. മനുഷ്യരാശിയെ റബ്ബ് സൃഷ്ടിച്ചത് മറ്റ് എല്ലാ സൃഷ്ടികളെക്കാളും മെച്ചപ്പെട്ട രൂപത്തിലാണ്. ജിന്നിനേക്കാളും മലക്കിനേക്കാളും മറ്റു നാൽക്കാലി മൃഗങ്ങളെക്കാളും ആകാശത്തിലും ഭൂമിയിലുമുള്ള സർവ്വ സൃഷ്ടികളെക്കാളും ഏറ്റവും ഉത്തമമായ സൃഷ്ടിയായിട്ടാണ് ആദമിന്റെ സന്തതികൾ അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അവന്റെ കോലത്തിലും അവന്റെ ഘടിപ്പിലും അവന്റെ സൃഷ്ടിപ്പിലും എല്ലാം മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തനായിട്ടാണ് അല്ലാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വലഖദ് കറംനാ ബനി ആദം, ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിട്ടുണ്ട്, ബഹുമാനിച്ചിട്ടുണ്ട് അതിലൂടെ എന്നാണ് അല്ലാഹു പറയുന്നത്. ഇത്രയും ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയതായ മനുഷ്യൻ അവൻ നിൽക്കേണ്ടടുത്ത് നിന്നിട്ടില്ലെങ്കിൽ, അവൻ ചിന്തിക്കേണ്ടതുപോലെ ചിന്തിച്ചിട്ടില്ലെങ്കിൽ, അവനെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് അവൻ എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലാഹു തന്നെ ഖുർആനിൽ അതേ സൂറത്തിൽ സത്യവചനം പറഞ്ഞു തുടങ്ങിയതായ സൂറത്തിൽ പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. അപ്പോൾ ആ മനുഷ്യൻ എത്തേണ്ടടുത്ത് എത്താത്ത കാലത്തോളം അവൻ ചിന്തിച്ചുകൊണ്ട്, അവന്റെ വിജ്ഞാനത്തിലൂടെ, അവന്റെ കണ്ടുപിടുത്തത്തിലൂടെ, അവന്റെ വളർച്ചയിലൂടെ, അവന്റെ പുരോഗതിയിലൂടെ അവൻ എത്തേണ്ടടുത്ത് എത്തിയിട്ടില്ലെങ്കിൽ, അഥവാ അള്ളാഹുലേക്ക്, ഖാലിഖിലേക്ക്, റാസിഖിലേക്ക്, അവന്റെ കഴിവ് കൽപ്പിലേക്ക് അവൻ എത്തിയിട്ടില്ലെങ്കിൽ, അതിലൂടെ അവൻ ഇറക്കിയതായ മതത്തെ സെലക്ട് ചെയ്യാനുള്ളതായ ഭാഗ്യം ലഭിച്ചിട്ടില്ലെങ്കിൽ, യഥാർത്ഥത്തിൽ അവൻ നാൽക്കാലി മൃഗത്തിനേക്കാളും മതപ്പതിച്ചവനായി മാറുന്നു. നാൽക്കാലി മൃഗം ബുദ്ധിയില്ല, വിവേകമില്ല, ശഹവത്ത് മാത്രമാണ്. അതുപോലെ തന്നെ മലക്കുകൾക്ക് ബുദ്ധിയുണ്ട്, വിവേകമുണ്ട്, ശഹവത്തില്ല. മനുഷ്യന്മാർ അതുപോലെയല്ല. അവർക്ക് ബുദ്ധിയും സൃഷ്ടിച്ചു, അവർക്ക് വിവേകവും സൃഷ്ടിച്ചു, അതേപോലെ തന്നെ അവർക്ക് ആഗ്രഹങ്ങളും ശഹവാത്തുകളും സൃഷ്ടിച്ചു. ആ മധ്യത്തിൽ നിൽക്കുന്നതായ ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിപ്പെട്ടവരാണ് എന്ന് അള്ളാഹ് വിശേഷിപ്പിച്ച ആ ബനു ആദമിനെ അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച ശൈലിയാണ് മറ്റുള്ളവർക്ക് ആർക്കും നൽകാത്ത ഒരു പ്രത്യേകത ഈ മനുഷ്യരാശിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് എന്നത്. അങ്ങനെ ആ മനുഷ്യരാശി ഈ പ്രത്യേകതയിലൂടെ അവന്റെ ഹദഫിലേക്ക്, അവന്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ, ഈ നാൽക്കാലി മൃഗത്തെക്കാളും നീചനും നികൃഷ്ടനുമായി മാറുന്നതാണ്.
എന്തുകൊണ്ട്? ആ മനുഷ്യൻ നിൽക്കേണ്ടടുത്ത് നിന്നില്ല, അവൻ എത്തേണ്ടടുത്തേക്ക് എത്തിയില്ല. അവന്റെ സ്വന്തം ശരീരം തന്നെ അവനോട് ഒതുന്ന. മക്ക ഇമാം പറയുകയാണ്, ഒരാൾ മുൽഹിദാണ് എങ്കിൽ, ഒരാൾ നിരീശ്വരവാദിയാണെങ്കിൽ, ഒരാൾ മതം പൊട്ടിയാളാണെങ്കിൽ, ഒരാൾ മതം അംഗീകരിക്കാത്തവനാണെങ്കിൽ, നിഷേധിക്കുന്നവനാണെങ്കിൽ, അള്ളാഹു ഇല്ല എന്ന് പറയുന്നവനാണെങ്കിൽ, അവന്റെ ശരീരം തന്നെ, അവന്റെ ജീവിതം തന്നെ അവനെതിരിലാണ് അത് ഓതുന്നത്. അവന്റെ ജീവിതം തന്നെ കുറിക്കുന്നത്, നിന്നെ ആര് സൃഷ്ടിച്ചു, നീ എവിടുന്ന് വന്നു, നീ എവിടേക്കാണ് പോകുന്നത്, നീ വന്ന വരവ് കൊണ്ട് എന്താണ് ലക്ഷ്യം, നീ ഒരു ബുദ്ധിജീവിയാണല്ലോ. അള്ളാഹു കൊണ്ടാണ് ചോദിച്ചത്, അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ അം ഹുമുൽ ഖാലിഖൂൻ. അവര് ഒന്നുമില്ലാതെ പ്രകൃതിയുടെ വികൃതിയായിട്ട് എന്ന് നാം പറയാറുണ്ടല്ലോ, എന്നതുമാതിരി ഒന്നുമില്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ഉണ്ടായതാണോ അവര്? അങ്ങനെ പെട്ടെന്നുണ്ടായതാണോ അവര്? പ്രകൃതിയുടെ വികൃതിയായിട്ട് അവരുണ്ടായതാണോ? അം ഖുലിഖൂ മിൻ ഗൈരി ശൈഇൻ, ഒരു സാധനവുമില്ലാതെ വെറുതെ അങ്ങോട്ട് ഉണ്ടായതാണോ? അം ഹുമുൽ ഖാലിഖൂൻ, അല്ല അവർക്ക് വാദമുണ്ടോ അവരാണ് അവരെ സൃഷ്ടിച്ചത് എന്ന്? അവരെ സൃഷ്ടിച്ചു എന്ന് അവർക്ക് വാദമുണ്ടോ? അം ഖലഖുസ് സമാവാതി വൽ അർദ്, അല്ല ഈ കാണുന്ന ഈ അത്ഭുത ലോകമാകുന്ന, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ അത്ഭുത ലോകമാകുന്ന പ്രപഞ്ചത്തെ, ഈ സൂര്യനെ, ഈ നക്ഷത്രാദികളെ, ഈ ഗ്രഹങ്ങളെ, ഈ അത്ഭുത ലോകങ്ങളെ ഇതുവരെ ഈ പുരോഗതിയിലേക്ക് പ്രാപിച്ച പല റോക്കറ്റുകളും പല യന്ത്രങ്ങളും ശുക്രനിലേക്കും ബുധനിലേക്കും ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും വിട്ടുകൊണ്ട് ഇരിക്കുന്നതായ ഈ യുഗത്തിൽ, എന്നിട്ടും അവർക്ക് തലപുകച്ച് ചിന്തിച്ചിട്ട് എങ്ങനെയാണ് ഇത് സൃഷ്ടിക്കപ്പെട്ടത്, ആരാണ് സൃഷ്ടിച്ചത്, എന്തിനാണ് സൃഷ്ടിച്ചത് എന്നറിയാൻ സാധിക്കാത്തതായ രൂപത്തിൽ പരിഭ്രാന്തരായിക്കൊണ്ടിരിക്കുന്നതായ ഈ യുഗത്തിൽ അവൻ യഥാർത്ഥത്തിൽ ഈ മനുഷ്യരാശിയാകുന്ന മുൽഹിദ് അഥവാ അള്ളാഹുവിനെ നിഷേധിക്കുന്നവൻ, അവൻ ചിന്തിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തെ ആര് സൃഷ്ടിച്ചു എന്നത്? അവർ സൃഷ്ടിച്ചു എന്ന് അവർക്ക് വാദമുണ്ടോ? അം ഖലഖുസ് സമാവാതി വൽ അർദ്, അവർ ആകാശത്തെയും ഭൂമിയും അവരാണ് സൃഷ്ടിച്ചത് എന്ന് അവർക്ക് വാദമുണ്ടോ? ഇതിനൊന്നും അവരുടെ കൂടെ തെളിവില്ല, ഇതിനൊന്നും അവരുടെ കൂടെ മറുപടിയുമില്ല. അതുകൊണ്ട് അള്ളാഹു തന്നെ മറുപടി ഏറ്റെടുക്കുകയാണ് വേറെ ആയത്തിലൂടെ, അല്ലാഹു ഖാലിഖു കുല്ലി ശൈ, അള്ളാഹുവാണ് ഇതിനെ എല്ലാം സൃഷ്ടിച്ചത്, നിങ്ങളെയും പ്രപഞ്ചത്തെയും ആ സകലം സൃഷ്ടികളെയും സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ്. അള്ളാഹു ഖാലിഖുൽ കുല്ലി ശൈഇൻ വഹുവ അലാ കുല്ലി ശൈഇൻ വകീൽ, എല്ലാറ്റിന്റെയും വക്കീല് അവനിലേക്കാണ് ബരമേൽപ്പിക്കപ്പെടുക. അവനാണ് ഇതിന്റെ സൃഷ്ടാവ്, ഇതിന്റെ എല്ലാം സൃഷ്ടാവ്, അവനാണ് ഇതിന്റെ എല്ലാം രക്ഷിതാവ്, അവനാണ് ഇതിനെയെല്ലാം പരിപാലിക്കുന്നവൻ, അവനാണ് ഇതിനെയെല്ലാം ശ്രദ്ധിക്കുന്നവൻ, അവനാണ് ഇതിനെയെല്ലാം തദ്ബീർ ചെയ്യുന്നവൻ, ഭരിക്കുന്നവൻ അവനാണ്. ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നതായ ശൈലികളൊക്കെ ഖുർആനിൽ ആരോടാണ് അള്ളാഹു പറഞ്ഞത്? വമാ യുഹ്ലികുന ഇല്ല ദഹ്ർ എന്ന് പറയുന്നതായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഖുർആനിൽ ലഹാദിലേക്ക് സൂചനയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവര് പ്രകൃതിയുടെ വികൃതിയായിട്ട് കാലം ഞങ്ങളെ സൃഷ്ടിച്ചു, പ്രകൃതിയുടെ അനുയായികളാണ് ഞങ്ങൾ, പ്രകൃതിയാണ് ഞങ്ങളെ സൃഷ്ടിച്ചത് എന്ന് അവർ പറയുന്നു. പ്രകൃതിയിൽ കൂടി എന്താണ് ഇവിടെ ഉണ്ടാകുന്നത്? ഒരു സൂചി ഉണ്ടാകുന്നുണ്ടോ? പ്രകൃതിയിലൂടെ ഒരു സൂചി പോലും ഉണ്ടാക്കാനും ലോകം കണ്ടിട്ടേ ഇല്ല പ്രകൃതിയിലൂടെ ഒരു സാധനം ഉണ്ടാകുന്നതും. പിന്നെ എങ്ങനെയാണ് ഈ അത്ഭുത സൃഷ്ടിയാകുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ അത് സൃഷ്ടിച്ച, ഞാൻ നേരത്തെ ഓതി വെച്ച ആയത്തിൽ മക്ക ഇമാം വിശദീകരിച്ചതുപോലെ, ഏറ്റവും വലിയ അത്ഭുത സൃഷ്ടിയാകുന്ന ഈ മനുഷ്യനെയോ ആ മനുഷ്യനോ പ്രകൃതിയിൽ കൂടെ ഉണ്ടാവുക അല്ല, ഒരിക്കലും സംഭവിക്കുന്നതല്ല. അപ്പോൾ മനുഷ്യൻ ഇവിടെ നിരീശ്വരവാദിയാകുന്ന മനുഷ്യൻ, ആ നിരീശ്വരത്വം പേറി നടക്കുന്ന ആ മനുഷ്യൻ തന്നെ അവനെതിരിൽ തെളിവാണ്. അവൻ ഇവിടെ സൃഷ്ടിക്കാൻ ആളെ വേണ്ടതുണ്ട്, അവൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ്, അവൻ എന്തിനു വന്നു എന്നത് അവൻ ചിന്തിക്കേണ്ടതുണ്ട്, അവൻ എവിടേക്ക് പോകുന്നു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്, അവനെ ആര് സൃഷ്ടിച്ചു എന്ന് ചിന്തിക്കേണ്ടതുണ്ട്, അവന്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് അവൻ എത്തേണ്ടതുണ്ട്. അങ്ങനെ എത്തുക എന്നതാണ് പ്രകൃതി മതത്തിലേക്ക് മനുഷ്യനെത്തുക. ആ പ്രകൃതിയുടെ മതത്തിലേക്ക് മനുഷ്യൻ എത്താൻ സാധിച്ചു കഴിഞ്ഞാൽ അല്ലദീന ആമനൂ, സത്യവിശ്വാസികൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അവരുടെ ഹൃദയം അവർക്ക് അശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതും ടെൻഷൻ ഇല്ലാതായി മാറുന്നതും ഖലഖിനോട് അവർക്ക് വിട വാങ്ങേണ്ടി വരുന്നതും അവർക്ക് നല്ല സമാധാനവും ശാന്തിയുമുള്ളതായ ജീവിതം കൈവരിക്കാൻ സാധിക്കുന്നതുമാണ് എപ്പോൾ? അള്ളാഹുവിനെ സ്മരിക്കുമ്പോൾ, അള്ളാഹുവിനെ ഓർക്കുമ്പോൾ, അള്ളാഹുലേക്ക് മടങ്ങുമ്പോൾ, അള്ളാഹു ഞങ്ങളുടെ സൃഷ്ടാവാണെന്ന് വിശ്വസിക്കുമ്പോൾ, അള്ളാഹുവിന് ആരാധനകളെ സമർപ്പിക്കാൻ ആരംഭിക്കുമ്പോൾ, അള്ളാഹു ഉദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക്, അള്ളാഹു അവനെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് അവൻ എത്തുമ്പോൾ, വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ്, അലാ അറിയണം ലോകമേ, മനുഷ്യരാശിയെ, ജിന്ന് വർഗമേ, എല്ലാവരോടും അള്ളാഹു പറയുകയാണ്, ബിദിക്രില്ലാഹ്, അള്ളാഹുവിനെ ഓർക്കുക,
കൊടുക്കൽ കൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് ശാന്തി ഉണ്ടാവുക, ഹൃദയത്തിന് സമാധാനം ഉണ്ടാവുക. അപ്പോൾ മനുഷ്യരാശിയോട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ വ്യതിചാനം വർദ്ധിച്ചുകൊണ്ട് ഇരിക്കുന്നുവെങ്കിലും പക്ഷെ അവിടെ അജ്ഞത എന്നതാണ് വ്യാപകമായി കൊണ്ടേയിരിക്കുന്നത്. അജ്ഞത യഥാർത്ഥത്തിൽ പഠിക്കേണ്ടതുപോലെ പഠിക്കാത്തത് കൊണ്ടാണ്, അറിവില്ലായ്മ കൊണ്ടാണ് മനുഷ്യൻ നിർമ്മതവാദിയും മതം പൊട്ടിയവനും അതുപോലെ തന്നെ സത്യനിഷേധിയും അതുപോലെ തന്നെ മതം നിഷേധിക്കുന്ന ആളും അതുപോലെ തന്നെ ബുദ്ധിപൂജകന്മാരും അതുപോലെ തന്നെ നിരീശ്വരവാദികളുമായി മാറുന്നത്. അജ്ഞത കാരണത്താലാണ്. അത് അവരുടെ വാദം കേട്ടാൽ അറിയാം, അവരുടെ ചർച്ച കേട്ടാൽ അറിയാം. അവർ പറയുന്നതായ വാദങ്ങളും ചർച്ചകളും കേട്ടാൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അവരോടൊക്കെ അള്ളാഹു പറഞ്ഞതുപോലെ ഖുർആനിൽ മനുഷ്യൻ ജിദാൽ വർദ്ധിച്ച ആളാണ്, തർക്കം വർദ്ധിച്ച ആളാണ്. അതേ സമയത്ത് അവനോട് വളരെ നല്ല രൂപത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മതത്തിലേക്ക് അവന്റെ അഥവാ മനുഷ്യരെ സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് അവൻ എത്താൻ വളരെ പ്രയാസം ഉണ്ടാകുന്നതല്ല, പെട്ടെന്ന് എത്താൻ സാധിക്കുന്നതാണ്. അവന് പ്രയാസം തോന്നാൽ ചിലപ്പോൾ വ്യഭിചാരം ഒഴിവാക്കേണ്ടി വരും, കള്ളുകുടി ഒഴിവാക്കേണ്ടി വരും, ഈ താൻ തോന്നിയത് ദേഹിച്ച് അനുസരിച്ചിട്ടുള്ളതായ ജീവിതം ഒഴിവാക്കേണ്ടി വരും എന്നൊക്കെയുള്ളതായ ആ പൈശാചിക വഹികൾ ഇടക്കിടക്ക് വരുമെന്നല്ലാതെ അതേ സമയത്ത് അവൻ ചിന്തിക്കുകയാണെങ്കിൽ മുൽഹിദായ മനുഷ്യൻ, നിരീശ്വരവാദിയായ മനുഷ്യൻ അവന്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കൂടുതൽ അവനോട് ചർച്ച ചെയ്യേണ്ടി വരികയില്ല. നമുക്ക് പരിചയമുണ്ട്, നമുക്ക് കേട്ട് പരിചയമുണ്ട്. പ്രബോധകന്മാരിലൂടെ ഇങ്ങനെയുള്ള നാടുകളിലേക്ക്, ഇങ്ങനെയുള്ള തത്വങ്ങൾ പ്രചരിച്ചു കൊണ്ടേയിരിക്കുന്ന നാടുകളിലേക്ക് ചെന്നവരായ പ്രബോധകന്മാർ പറയാറുണ്ട്, വെറും ആയത്ത് മാത്രം ഓതിക്കൊടുത്താൽ അവർ പെട്ടെന്ന് ആള് മാറുന്നു എന്നൊക്കെ. എത്രയോ അവർ ഈ കരിമ്പടവുമായിട്ട് കള്ളുമായി ഹശീഷുമായി കഞ്ചാവുമായി നടക്കുന്നതായ യുവാക്കളോടും യുവതികളോടൊക്കെ ലണ്ടനിൽ പോകട്ടെ, ഹോളണ്ടിൽ പോകട്ടെ, യൂറോപ്പിന്റെ മിക്ക രാഷ്ട്രങ്ങളിലും, ജർമ്മനാണല്ലോ ഇപ്പോൾ പല രൂപത്തിലും മതത്തിനോട് എതിർക്കുന്നത്. അങ്ങനെ മതത്തെ എതിർക്കുന്ന പല രാഷ്ട്രങ്ങൾ ഇപ്പോൾ യൂറോപ്പ് രാഷ്ട്രങ്ങളിൽ വ്യാപകമായി കൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രത്തിൽ ജീവിക്കുന്നവരോട് തന്നെ നമ്മുടെ പ്രബോധകന്മാർ പറയാറുണ്ട്, അവരോട് ഏതാനും വാക്കുകൾ പറയുമ്പോൾ തന്നെ അവർ പെട്ടെന്ന് ആള് മാറുന്നു, പെട്ടെന്ന് ചേഞ്ച് ആകുന്നു. അപ്പോൾ എന്തുകൊണ്ട്? ആ പ്രകൃതിയുടെ മതത്തിലേക്ക് വരാനുള്ളതായ പക്വതയും പാകതയും നൽകിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരാശിയെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നതിലേക്ക് തെളിവാണ്. എത്രയോ ആൾക്കാര് ജീവിതം ക്ഷണികമാണ്, അതത്രയും ആസ്വാദികരമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹിപ്പീസം പേര് നടക്കുന്ന വിഭാഗം, ആ തത്വം പറഞ്ഞ് നടക്കുന്ന വിഭാഗം അതൊക്കെ ഒഴിവാക്കിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതായ നൂറുകണക്കിൽ സംഭവങ്ങൾ നാം ഇപ്പോൾ ആധുനികത്തിൽ കേട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. യൂറോപ്പിലും അതുപോലെ തന്നെ പാശ്ചാത്യ നാടുകളിലും അതുപോലെ തന്നെ നമ്മുടെ നാടായ ഇന്ത്യയിലും. അപ്പോൾ ഇവിടെ മക്ക ഇമാം എന്ന് പറഞ്ഞു വന്നത് യഥാർത്ഥത്തിൽ ഈ ഫറാഖ് റൂഹി എന്ന് പറയുന്ന ആത്മാവ് ഒഴിവായി നിൽക്കുന്നതായ ഈ യുഗം, ഈ ആത്മാവിന് അത് നിറച്ചു കൊടുക്കാനുള്ളതായ പ്രത്യേക അള്ളാഹു നിർണയിച്ചതായ ലക്ഷ്യം, ആ അള്ളാഹു നിർണയിച്ചതായ ആ ഭക്ഷണം, ആ പാനീയം, അതാണ് ആത്മാവിന് ലഭിക്കേണ്ടത്. അതാണ് അള്ളാഹു ഇറക്കിയതായ ഇസ്ലാം, അതാണ് പ്രകൃതി മതം, അതാണ് അള്ളാഹുവിനെ സ്മരിക്കുക, അതാണ് ഷിട്ടാവിനെ മനസ്സിലാക്കുക, അതാണ് ഷിട്ടിക്കപ്പെട്ട ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക, അതാണ് പരലോകത്തിലേക്ക് പോകണമെന്ന ബോധമുണ്ടാവുക, അതാണ് മരണത്തെ ഓർക്കാൻ സാധിക്കുക. അത്തരം ലക്ഷ്യത്തിലേക്ക് മനുഷ്യൻ എത്തുമ്പോൾ അവനിലുണ്ടാകുന്നതായ ടെൻഷൻ പോകുന്നു, അവനിലുണ്ടായതായ പ്രയാസങ്ങൾ പോകുന്നു, അവൻ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു, തെറ്റിദ്ധാരണകളോട് അവൻ മുക്തരാകുന്നു. എന്തുകൊണ്ട്? ശുബ്ഹാത്തുകൾ ഷഹവാത്തിന്റെ ഇണയാണ്. അവർ രണ്ടുപേരും ഒന്നിച്ചാണ് അവർ ചലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക, ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്ന തത്വം മുമ്പിൽ വെച്ചുകൊണ്ട് മൃഗതുല്യമായ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്നതായ മനുഷ്യൻ, ആ മൃഗതുല്യ ജീവിതം നയിച്ചുകൊണ്ട് ഇരിക്കുന്നതായ സന്ദർഭത്തിൽ അവനെ സഹായിക്കുന്നത് ശുബ്ഹാത്തുകളാണ്. അഥവാ മതം അംഗീകരിക്കാനുള്ളതായ പല തടസ്സങ്ങൾ. അത് എന്ത് മതമാണ്, എന്ത് ഇസ്ലാമാണ്, എന്ത് അള്ളാഹുവാണ്, എന്ത് ഷിട്ടാവാണ്, എന്ത് ഖുർആനാണ്, എന്ത് സുന്നത്താണ് എന്ന തെറ്റിദ്ധാരണകൾ. ഈ തെറ്റിദ്ധാരണകൾ ശുബ്ഹാത്തുകൾക്ക് പ്രാധാന്യം നൽകുമ്പോഴാണ് ഈ തെറ്റിദ്ധാരണകൾ പിശാചി ഇളക്കിക്കൊണ്ട് ഇരിക്കുന്നതും അതിലൂടെ വളം വെച്ചുകൊണ്ട് ഇരിക്കുന്നതും വളമിട്ടുകൊണ്ടേ ഇരിക്കുന്നതും. ഈ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങുന്നതായ രണ്ട് സാധനത്തോട് വിടവാങ്ങാൻ എന്ത് വേണം? വിജ്ഞാനം വേണം. അപ്പോൾ നിരീശ്വരവാദിയുടെ ഏറ്റവും വലിയ രോഗം അത് അജ്ഞതയാണ്. നിർമ്മതവാദിയുടെ ഏറ്റവും വലിയ രോഗം അത് അജ്ഞതയാണ്. ബുദ്ധിപൂജകന്മാരുടെ ഏറ്റവും വലിയ രോഗം അത് അജ്ഞതയാണ്. അപ്പോൾ അജ്ഞതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ലികുല്ലി ദാഇൻ ദവാഉൻ യസ്തതബ്ബു ബിഹി ഇല്ലൽ ഹമാഖത അയ്യത് മൻ യുദാവിഹ എന്നാണ് കവി പറഞ്ഞത്. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, പക്ഷേ ഇല്ലൽ ഹമാഖ,
അറിവില്ലായ്മ എന്ന വിഡ്ഢിത്തം എന്നതായ ആ രോഗത്തിന് മരുന്നില്ല. അതിന്റെ മരുന്നെന്താണ്? പഠിക്കൽ തന്നെയാണ്, ജഹല് മാറ്റൽ തന്നെയാണ്. അതുകൊണ്ടായിരിക്കാം തെറ്റ് ചെയ്യുന്നവരെ കുറിച്ച് എന്ന് അല്ലാഹു പറയാൻ കാരണം. തെറ്റ് പറയുമ്പോഴൊക്കെ ജഹാല പറയുന്നുണ്ട്. എന്തേ? തെറ്റ് ചെയ്യുന്നവർക്ക് അറിവില്ലേ? തെറ്റ് ചെയ്യുന്നവർക്ക് അറിവുണ്ട്. തെറ്റ് ചെയ്യുന്ന തെറ്റും തെറ്റാണെന്ന് അറിവുണ്ട്. പക്ഷെ എന്തിനാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജാഹിലാണെന്ന് പേര് വെച്ചു? അള്ളാഹുവിന്റെ കഴിവുകൾ പറഞ്ഞില്ല, അവനെ സൃഷ്ടിച്ച ലക്ഷ്യം അറിഞ്ഞില്ല, എന്തിനു വേണ്ടി അവനെ സൃഷ്ടിക്കപ്പെട്ടു, അവനെ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് എന്നത് അവൻ ചിന്തിച്ചില്ല. അതുകൊണ്ടാണ് അവൻ തെറ്റ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റ് ചെയ്യുമ്പോൾ അവൻ ജാഹിലായിട്ടാണ് തെറ്റ് ചെയ്യുന്നത്. എന്തിനെ കുറിച്ച് ജാഹിൽ? അവന്റെ രക്ഷിതാവിനെ കുറിച്ച് ജാഹിലാണ്, അവന്റെ രക്ഷിതാവിന്റെ കഴിവ് കൽപ്പിനെ കുറിച്ച് ജാഹിലാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് പോലെ ശ്രദ്ധിച്ചുകൊണ്ട്, ഞാൻ നേരത്തെ ഓതി വെച്ചതായ ആയത്തിന് മുമ്പിൽ വെച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടിയാണ് മതമിറക്കിയിട്ടുള്ളത്. യഹ്ദി മൻ അനാബ്, അല്ലാഹുവിലേക്ക് മടങ്ങിയവരെ അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്. മൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം, ആരെങ്കിലും അല്ലാഹു സന്മാർഗത്തിലേക്ക് നയിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഇസ്ലാമിലേക്ക് ആകർഷണം ഉണ്ടാക്കി കൊടുക്കും. ഇസ്ലാം പഠിക്കണമെന്ന് മോഹമുണ്ടാകും, സത്യം പഠിക്കണമെന്ന് മോഹമുണ്ടാകും, അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണമെന്ന് മോഹമുണ്ടാകും. അതാണ് സത്യത്തിലേക്ക് എത്താൻ തീരുമാനിക്കുന്ന, അതിലേക്ക് വരണമെന്ന തീരുമാനവും നിർബന്ധമുള്ളവർക്ക് അല്ലാഹുവിന്റെ തൗഫീഖ് ലഭിക്കും. അതേ സമയത്ത് അള്ളാഹ് പഴപ്പിക്കാൻ തീരുമാനിച്ചവരുടെ സ്ഥിതി ആകാശത്തിലേക്ക് മീതെ കയറുമ്പോൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോകുമെന്ന് തോന്നും പോലെ ഹൃദയത്തിൽ ഇടുങ്ങും. അവർക്ക് സത്യം മനസ്സിലാക്കാൻ പരിശ്രമിച്ചാലും സാധിക്കുന്നതല്ല. കാരണം അള്ളാഹു പഴപ്പിക്കാൻ തീരുമാനിച്ച ഖൗമാണ്. എന്തുകൊണ്ട് പഴപ്പിക്കാൻ തീരുമാനിച്ചു? അവർ വേണ്ട സത്യമെന്ന് തീരുമാനിച്ചപ്പോൾ അല്ലാഹു ഖുലൂബഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വഴിപഴപ്പിക്കാൻ തീരുമാനിച്ചു എന്നാണ് മറ്റൊരിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഹൃദയത്തിലുള്ളതായ ഫറാഗിനെ, ആ ഒഴിവിനെ നിറക്കാൻ വേണ്ടി, വിജ്ഞാനത്തിലൂടെ നിറക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ഈ ലോകവ്യാപകമായി കൊണ്ടേയിരിക്കുന്നതായ നിർമ്മതവാദികളും നിരീശ്വരവാദികളും അവർക്കൊക്കെ മരുന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളതായ പരിശ്രമം, പ്രവർത്തകന്മാർ, എഴുത്തുകാര്, ഇസ്ലാമിന് വേണ്ടി സേവനം ചെയ്യുന്നവര് എല്ലാവരും കച്ചകെട്ടി പുറപ്പെട്ടുകൊണ്ട് അത്തരം വിഭാഗത്തിനെ അവർ പെട്ടുപോയതായ അപകടത്തിൽ നിന്നിട്ട് മോചിപ്പിക്കാൻ വേണ്ടി പാടുപെടണമെന്നതിനെ കുറിച്ചായിരുന്നു മക്ക ഇമാം എന്ന് സൂചിപ്പിച്ചത്, അല്ലെങ്കിൽ ഊന്നി പറഞ്ഞത്. അത്തരം കാര്യങ്ങൾ വേറെയും കുറെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ടൈം അവസാനിക്കാൻ പോവുകയാണ്. മദീന ഇമാം എന്ന് ഡോക്ടർ അബ്ദുൽ ബൈജാൻ സംസാരിച്ചത് സിലത്തുർ റഹ്മിനെ കുറിച്ചും മവദ്ദത്തിനെ കുറിച്ചും ഹുസ്നുൽ ഇശ്റയെ കുറിച്ചും നീതിയെക്കുറിച്ചും വഫാഇനെ കുറിച്ചും ഒക്കെയായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന് നിർബന്ധമായി അത്യാവശ്യമായ ഒന്നാണ് ഞാൻ നേരത്തെ കേട്ടതുപോലെ മതം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ മതം പഠിപ്പിക്കുന്നതായ മഹാതത്വങ്ങളാണ് ചാർച്ചബന്ധം ചേർക്കുക എന്നത്, സ്നേഹത്തോടു കൂടി ജീവിക്കുക എന്നത്, സഹിഷ്ണുതയും ശാന്തിയും സമാധാനവും ആത്മോത്കർഷതയും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നത്, നല്ല പെരുമാറ്റങ്ങൾ ഉണ്ടാവുക എന്നത്, പ്രത്യേകിച്ച് ഭാര്യ ഭർത്തൃ ബന്ധം ക്ലിയറാക്കാൻ വേണ്ടി പാടുപെടുക എന്നത്, സ്നേഹബന്ധത്തോടു കൂടി മനുഷ്യന്മാർ അങ്ങുമിങ്ങും സഹോദര്യത്തോടു കൂടി ജീവിക്കുക എന്നത്, പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ പരസ്പരം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികൾ ഏകോദര സഹോദരന്മാരാണ്. ഫസ്ലിഹു ബൈന അഖ്വൈക്കും, നിങ്ങളുടെ സഹോദര ബന്ധത്തെ നിങ്ങൾ നന്നാക്കി എടുക്കണം, അല്ലാഹുവിന്റെ കൽപ്പന. ആ കൽപ്പന പുലർത്തണം എന്നതിനെ കുറിച്ചും അതിലൂടെ മനുഷ്യന് ഇവിടെ പ്രതിഫലം വർദ്ധിക്കുമെന്ന് മാത്രമല്ല ബാധ്യത നിർവഹിച്ച ആളായി മാറുമെന്നതായ പ്രത്യേകത കൂടി അത് ലഭിക്കുന്നതും, മനുഷ്യൻ സൃഷ്ടിച്ചതായ ലക്ഷ്യത്തിലേക്ക് നേരത്തെ മക്കായിമാ പറഞ്ഞതുപോലെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോഴാണ് മനുഷ്യൻ നല്ല കൊള്ളുന്നവനായി മാറുന്നത്, വ്യക്തിത്വമുള്ള ആളായി മാറുന്നത്, മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാത്ത ആളായി മാറുന്നത്, മറ്റുള്ളവർക്ക് ഫലമുള്ള ആളായി മാറുന്നത്. ആ രൂപത്തിലുള്ളതായ ജീവിതം നയിക്കാൻ വേണ്ടിയാണ് സിലത്തുർ റഹ്മ അനിവാര്യമാണ് എന്നതും മവദ്ദത്ത് അനിവാര്യമാണ് എന്നതും ഹുസ്നുൽ ഇശ്റ അനിവാര്യമാണ് എന്നതൊക്കെ മദീന ഇമാം ഇന്ന് വിശദീകരിക്കാൻ കാരണം. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ബിർറുൽ വാലിദൈൻ. അതുകൊണ്ടാണ് മദീന ഇമാം തുടങ്ങിയത്. അഥവാ മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടതായ ബാധ്യതകൾ നിർവഹിക്കുക, മാതാപിതാക്കൾക്ക് ചെയ്യേണ്ടതായ ബാധ്യതകളിൽ വീഴ്ച വരുത്താതിരിക്കുക. മാതാപിതാക്കൾ അമുസ്ലിങ്ങളായാൽ പോലും അവർക്ക് ചെയ്യേണ്ടതായ ബാധ്യതയിൽ വീഴ്ച വരുത്താൻ പാടില്ല എന്നാണ് ഖുർആൻ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോടുള്ളതായ ബാധ്യത എത്രമാത്രമുണ്ട്, കടപ്പാട് എത്രമാത്രമുണ്ട് എന്ന് പറയേണ്ടതില്ലല്ലോ.
അത് കഴിഞ്ഞാൽ നാം നമ്മുടെ സിലത്തുർ റഹ്മിൽ ഏറ്റവും പ്രധാനമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത് മാതാപിതാക്കളോടുള്ളതായ ബാധ്യത കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടുകുടുംബക്കാർ, നമ്മുടെ ചാർച്ച ബന്ധം, നമ്മുടെ കുടുംബത്തിലുള്ളതായ അടുത്തവർ അവരോടുള്ളതായ ബന്ധങ്ങൾ ഏതെല്ലാം രൂപത്തിൽ പുലർത്താൻ സാധിക്കുന്നുവോ അവർക്ക് കഴിവില്ലെങ്കിൽ അവരെ സഹായിക്കുക, അവർക്ക് സേവനം ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് സേവനം ചെയ്യുക, അവരെ കുറിച്ച് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുക. അവരുമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും ഗൾഫിൽ താമസിക്കുകയായിരിക്കും, പലരും പല നാടുകളിൽ താമസിക്കുകയായിരിക്കും. പക്ഷേ പല മാധ്യമങ്ങളും നമ്മുടെ മുമ്പിൽ ഉള്ളതുകൊണ്ട് ആ മാധ്യമങ്ങളിലൂടെ സിലത്തുർ റഹ്മ സ്ഥാപിക്കാൻ വേണ്ടി, ചാർച്ച ബന്ധം ചേർക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. ബന്ധപ്പെട്ടവർ ഏറ്റവും അടുത്ത് ബന്ധമുള്ളവരോട് കൂടുതൽ കടപ്പാടുകൾ വർദ്ധിക്കുന്നു ഇസ്ലാം നമുക്ക് നൽകിയതുപോലെ. അതുപോലെ തന്നെ മൂന്നാമതായിട്ട് ഹുഖൂഖുൽ ജീറാൻ, നമ്മുടെ അയൽവാസികൾക്കുള്ളതായ അവകാശങ്ങൾ വേണ്ടതുപോലെ നിറവേറ്റുക, അതിൽ വീഴ്ച വരുത്താതിരിക്കുക. അയൽവാസികൾ അമുസ്ലിങ്ങളായിരുന്നാലും ശരി, അവർക്ക് നിറവേറ്റേണ്ടതായ ആ ബാധ്യതകൾ നിറവേറ്റിക്കൊണ്ട് ഇരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ നാം മാതൃക കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഹുഖൂഖുൽ അസ്തിഖ, ചങ്ങാതിമാര്, നമ്മുടെ സഹപ്രവർത്തകന്മാര്, നമ്മുടെ സഹപാഠികൾ, സഹജീവികൾ, നമ്മുടെ കൂടെ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നതായ ആൾക്കാർ, അവർ മുസ്ലിങ്ങളായിരുന്നാലും അവരോടുള്ളതായ കടപ്പാടുകളിൽ നിന്നും വീഴ്ച വരുത്താതിരിക്കുക. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതായ മബദ്ധത്തിലും അദിലിലും നീതിയിലും വഫായിലും ഉഖുവത്തിലും ഇതെല്ലാം ശരിക്ക് നീതി പുലർത്തിക്കൊണ്ട് ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിയ ആളായി മാറുന്നതും അതിലൂടെ അവന് ശാന്തിയുള്ള, സമാധാനമുള്ള, പ്രയാസമില്ലാത്ത ജീവിതം നയിക്കാൻ വേണ്ടി അവനത് സഹായിക്കുന്നതും എന്ന് മാത്രമല്ല പരിപൂർണ ഈമാനിനുടമായി മാറുന്നതുമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. നിങ്ങൾ എന്നിട്ട് ആരും തന്നെ സത്യവിശ്വാസി ആവുന്നതല്ല അവരുടെ സഹോദരന് അവർക്ക് ഇഷ്ടമുള്ളതിനെ ഇഷ്ടപ്പെടുന്ന കാലത്തോളം. നമുക്ക് എന്ത് ഇഷ്ടമുണ്ട് അത് നമ്മുടെ സഹോദരന്മാർക്കും ഇഷ്ടപ്പെടുക. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം മസലുൽ ജസദിൽ വാഹിദ്. മനുഷ്യൻ, സത്യവിശ്വാസികൾ അവരങ്ങുമിങ്ങും സ്ഥാപിക്കേണ്ടതായ സ്നേഹബന്ധത്തിൽ, അങ്ങുമിങ്ങും സ്ഥാപിക്കേണ്ടതായ ആ കിർഫയിലും സ്നേഹബന്ധത്തിലും അവരെന്ത് വേണം? സത്യവിശ്വാസി ആവണമെങ്കിൽ അവരുടെ ഉദാഹരണം ഒരു ശരീരം പോലെയായി മാറണം. ഒരു സത്യവിശ്വാസി ആ സകലം മുസ്ലിങ്ങൾ ഒരു ശരീരം പോലെയായിരിക്കണം. ഇദസ്തകാ മിൻഹു ഉദുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മാ. ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിന് മുറിവുണ്ടായാൽ ആ മുറിവുള്ള സ്ഥലത്തിന് പ്രയാസമുണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ, വേദന സഹിക്കൽ ആരാണ്? ശരീരമാസകലമാണ്. അവിടെ വേദനയുണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൂടെ തലവേദന ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പനിയുണ്ടാകുന്നു, ശരീരത്തിന് പനിയുണ്ടാകുന്നു, ശരീരം ആസകലം പ്രയാസപ്പെടുന്നു എന്നതുപോലെ ലോകത്തിന്റെ ഏത് മുക്കിലോ മൂലയിലോ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ ആ പ്രയാസം ഓരോ മുസ്ലിങ്ങൾക്കും ബാധിച്ചതായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് ശരിക്കുള്ള മോമിനിങ്ങളാവുക. അപ്പോൾ സത്യവിശ്വാസികൾ ആരാണെന്ന് റസൂല് പഠിപ്പിക്കുകയാണ്. അങ്ങുമിങ്ങും സ്നേഹബന്ധം സ്ഥാപിച്ചുകൊണ്ട് ഇരിക്കുക. ആ സ്ഥാപിക്കൽ അവരോട് നേരിട്ട് ബന്ധപ്പെട്ട് സാധിക്കുമെങ്കിൽ ആ രൂപത്തിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. അവർക്ക് പ്രയാസമുണ്ടാകുന്ന പ്രയാസം കേൾക്കുമ്പോൾ ആ പ്രയാസത്തിൽ നാം പ്രയാസപ്പെടുക, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. അതിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടിയുള്ളതായ വല്ല ഫണ്ടും ഉണ്ടാക്കിയാൽ, അവർക്ക് വേണ്ടി സേവനം ചെയ്യാനുള്ളതായ വല്ല റൂട്ടുകളും വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അതിൽ സാമ്പത്തികമായിട്ട് സാധിക്കുമെങ്കിൽ നാം പങ്കാളികളാവാൻ വേണ്ടി പരിശ്രമിക്കുക. അതുകൊണ്ട് അൽ മുസ്ലിമു ലിൽ മുസ്ലിമി കൽ ബുനിയാൻ യശുദ്ദു ബഅദഹു ബഅദ എന്ന് റസൂൽ പറഞ്ഞതായ ആ ഹദീസും ഇവിടെ സ്മരണീയമാണ്. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന് ഒരു കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅദഹു ബഅദ, കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തിന് താങ്ങും തണലുമാകും പോലെ ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയും ജീവിക്കുന്നതായ മുസ്ലിം സത്യവിശ്വാസികൾ അങ്ങും ഇങ്ങും ഏകോദര സഹോദരന്മാരായി ജീവിക്കേണ്ടവരാണ്, അതിനുവേണ്ടി പാടുപെടേണ്ടവരാണെന്നാണ്. അതുകൊണ്ട് ഇന്ന് മദീന ഇമാം പറഞ്ഞതായ ഭാഗത്തിൽപ്പെട്ടതാണ് മൻകാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അല്ലാഹുവിലും പരലോകത്തിലും ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫൽയസിൽ റഹ്മ, അവന്റെ ചാർച്ച ബന്ധം അവൻ ചേർക്കട്ടെ. അപ്പോൾ വെറുപ്പുണ്ടാവുക, ഷഹന ഉണ്ടാവുക, അറുപ്പുണ്ടാവുക, ചൊടിക്കുക, വിട്ടുനിൽക്കുക, സംസാരിക്കാതിരിക്കുക, അതൊക്കെ ഹൃദയത്തിന്റെ അകത്തിൽ നിന്നിട്ട് വരുന്നതായ ഒരു മാരകമായ ഹൃദയ രോഗമാണ്. ആ രോഗത്തിൽ നിന്നിട്ട് നാം വിടവാങ്ങേണ്ടതാണ്. ആ രോഗത്തിലൂടെ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലാണെങ്കിൽ അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാകുന്നു, അവരുടെ ഇടയിൽ തലാഖുണ്ടാകുന്നു, അതിനൊക്കെ കാരണമായി തീരുന്നു. അല്ലാത്തവരുടെ ഇടയിലാണെങ്കിലും എപ്പോഴും ഷഹനാവും എപ്പോഴും ബഗ്ളാവും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ എന്ത് സംഭവിക്കുന്നു? ആ സഹോദരത്തോട് വിടവാങ്ങേണ്ടി വരുന്നു. എപ്പോഴും ഗ്രൂപ്പീസം ഉണ്ടാകുന്നു, എപ്പോഴും വെറുപ്പും അറുപ്പും ഉണ്ടാകുന്നു. മനുഷ്യന്മാരെ യോജിച്ച് ഒറ്റക്കെട്ടായി ജീവിക്കണമെന്ന അള്ളാന്റെ കൽപ്പനയ്ക്ക് വിപരീതമായി മാറുന്നു.
വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, അല്ലാഹുവിന്റെ ഹബ്ലിനെ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് പിടിച്ച് മുന്നോട്ട് കുതിക്കണമെന്ന അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് വിപരീതമായി മാറുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ വരാൻ സാധ്യതയുള്ളതായ ആ രോഗത്തെ സുഖപ്പെടുത്താൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ മാധ്യമങ്ങളൊക്കെ കൈകൊള്ളുക. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ളതായ ആ മാരകമായ രോഗം അതിലൂടെ മാറിക്കിട്ടാൻ ആ റസൂല് പറഞ്ഞതായ മാധ്യമങ്ങൾ കൈക്കൊള്ളുമ്പോൾ അത് നമുക്ക് സാധിക്കുകയും അതിൽ വിജയം നേടിയെടുക്കാൻ സാധിക്കുകയും സഹോദര ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ് എന്നതാണ് മദീന ഇമാം പറഞ്ഞത്. വലാ തഹാസദൂ വലാ തനാജശൂ, നിങ്ങൾ പരസ്പരം അസൂയാലുക്കളായി ജീവിക്കരുത്, നിങ്ങൾ തനാജുസ് നടത്തരുത്. അഥവാ ഒരാൾ വില പറഞ്ഞതായ ആ സാധനത്തിന് അവൻ വില കൂട്ടിപ്പറയുക, അവൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല, എന്നാലും അവൻ കൂട്ടിപ്പറയുന്ന എന്തിനു വേണ്ടിയാണ്? അവനെ ദ്രോഹിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ തനാജുസ് എന്ന വാക്കിന് വേറെ അർത്ഥമുണ്ട്. വിൽക്കുന്നതായ ചരക്കിന് അർഹതയില്ലാത്തതായ മദഹകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക, അതിലില്ലാത്തതായ പ്രത്യേകതകൾ പറയുക, അതും തനാജുസിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. വലാ തബാഗദു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടരുത്. വലാ തദാബറു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തിരിയരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ സഹോദരന്റെ ആവശ്യമുള്ള സന്ദർഭത്തിൽ ആ സഹോദരന്റെ കൂടെ നീ എന്ത് വേണം? ഒറ്റക്കെട്ടായി അവനോട് കൂടി ജീവിച്ച് അവന് വേണ്ടതായ സഹോദരബന്ധം സ്ഥാപിച്ച് അവന് വേണ്ടതായ സഹകരണങ്ങൾ ചെയ്ത് ജീവിക്കണം. അതുപോലെ തന്നെ വലാ യബീഉ ബഅദുകും അലാ ബൈഇ ബഅദ്, നിങ്ങൾ പരസ്പരം വിൽപ്പന നടത്തുന്ന സന്ദർഭത്തിൽ എന്ത് പറയരുത്? ഒരാൾ വില പറഞ്ഞതായ സാധനത്തിന് നിങ്ങൾ വില പറയാൻ നടക്കരുത്. അയാള് ഒന്നൊരിക്കലോ ഇത് വാങ്ങാൻ തീരുമാനിച്ചു കഴിയുന്നുണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കാതെ, അങ്ങനെ തീരുമാനിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ വേണ്ടാന്ന് വെച്ചാലല്ലാതെ നിങ്ങൾ വില പറയാൻ നിൽക്കരുത്. അങ്ങനെ ഒരു നിലക്കും നിങ്ങളൊരു മുസ്ലിമിനെ ദ്രോഹിക്കാൻ പാടില്ല, മർദ്ദിക്കാൻ പാടില്ല. വകൂനു ഇബാദല്ലാഹി ഇഖ്വാന, റസൂലുള്ളാഹിയുടെ വാക്കാണ്. നിങ്ങൾ അള്ളാഹുവിന്റെ അടിമകളായ സഹോദര ബന്ധം സ്ഥാപിക്കുന്നവരായ ഏകോദര സഹോദരന്മാരായി നിങ്ങൾ മാറുക. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ഒരു മുസ്ലിമത്ത് മറ്റൊരു മുസ്ലിമത്തിന്റെ സഹോദരിയാണ്. ലാ യദ്ലിമുഹു വലാ യഹഖിറുഹു വലാ യഖുദുലുഹു, അവൻ ഒരിക്കലും അവൻ ആക്രമിക്കാൻ പാടില്ല, അവൻ നിന്യപ്പെടുത്താൻ പാടില്ല, അവൻ നിസ്സാരപ്പെടുത്താൻ പാടില്ല. എന്ന് മാത്രമല്ല റസൂൽ പറയുന്നു അത്തഖ്വാ ഹാഹുനാ, തഖ്വ ഇവിടെയാണ്. അപ്പോൾ ഇവിടുന്ന് ഉടലെടുക്കണം ഈ പറയുന്നതായ പ്രത്യേകതകളൊക്കെ. അപ്പോൾ മനുഷ്യന്റെ ഹൃദയത്തിൽ തഖ്വയുണ്ടെങ്കിൽ ആ തഖ്വയുള്ളതായ ഹൃദയത്തിൽ പിന്നെ ഷഹന ഉണ്ടാവില്ല, ബഗ്ദാ ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല, ഹൃദയരോഗം ഉണ്ടാകൂല. അവൻ അത് ക്ലിയർ ആക്കാൻ അവനെ കൊണ്ട് സാധിക്കും തഖ്വയിലൂടെ. അതുകൊണ്ടാണ് റസൂൽ പറയുന്നത് തഖ്വ ഹാഹുന. 3 പ്രാവശ്യം റസൂൽ പറഞ്ഞു ഹൃദയത്തിലേക്ക് അവരുടെ കൈയിനെ ആംഗ്യം കാണിച്ചുകൊണ്ട് അത്തഖ്വ ഹാഹുന 3 പ്രാവശ്യമാണ്. ബിഹസ്ബിംറിഇൻ മിനശ്ശർരി അൻ യഹ്ഖറ അഖാഹുൽ മുസ്ലിം, മനുഷ്യന് മതി കോട്ടം തട്ടാൻ, നാശം അനുഭവിക്കാൻ അവന്റെ സഹോദരനായ മുസ്ലിമിനെ നിന്യപ്പെടുത്തുക എന്നത്. അവന്റെ സഹോദരനായ മുസ്ലിമിനെ നിന്യപ്പെടുത്തുക എന്നത് മാത്രം മതി അവൻ നശിക്കാൻ, അവൻ പരാജയപ്പെടാൻ, അവൻ ആഴത്തിൽ എത്തിപ്പോകാൻ, അവൻ കൊള്ളരുതാത്തവനായി മാറാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. കുല്ലുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഹറാം, ഓരോ മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേലിൽ ഹറാമാണ്, അഥവാ പവിത്രതയുള്ളതായ മനുഷ്യനാണ്. അവന്റെ അഭിമാനം, ദമുഹു അവന്റെ ചോര, ഒമാലുഹു അവന്റെ സമ്പത്ത്, വയർദുഹു അവന്റെ അഭിമാനം, ഇതെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടവരാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കാരണത്താൽ മദീന ഇമാം പറയുകയാണ്, നാം കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്, ഭാര്യ ഭർത്തൃ ബന്ധം ക്ലിയർ ആക്കാൻ സാധിക്കുന്നില്ല, മാതാപിതാക്കളുടെ ബന്ധം ക്ലിയർ ആക്കാൻ സാധിക്കുന്നില്ല, മാതാപിതാക്കളെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കപ്പെട്ടതായ ആലയങ്ങളിലേക്ക് വലിച്ചെറിയുകയാണ് മക്കൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ നല്ലൊരു ശതമാനം അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധം ക്ലിയർ ആക്കാൻ സാധിക്കാത്തത് കൊണ്ട് തലാഖ് വർദ്ധിക്കുന്നു, ഖുൽഅ് വർദ്ധിക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പൈശാചിക വഹികൾ ലഭിക്കുന്നത് കൊണ്ട് സ്ത്രീകൾ ഇപ്പോൾ മതം പൊട്ടി ജീവിക്കുന്നതായ രംഗത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ ഇടയിൽ അങ്ങനെയുള്ളതായ ചലനങ്ങളും നീക്കങ്ങളും അതൊക്കെ ഒഴിവാക്കേണ്ടതായ കാലം അതിക്രമിച്ചിരിക്കുകയാണ്. സത്യത്തിലേക്ക് മടങ്ങുവാനും ഇസ്ലാമിലേക്ക് മടങ്ങുവാനും ഏകോദര സഹോദരന്മാരായി ജീവിക്കണമെന്ന അള്ളാഹുവിന്റെ അതുപോലെ റസൂലിന്റെ കൽപ്പനയിലേക്ക് മടങ്ങുവാനും കാലം അതിക്രമിച്ച സമയമാണിത്. ഇപ്പോൾ മടങ്ങിയില്ലെങ്കിൽ പ്രയാസത്തിൽപ്പെടും മുസ്ലിം സമൂഹം ഭിന്നിച്ചുകൊണ്ടേയിരിക്കുന്നു. ആദർശപരമായ ഭിന്നിപ്പ് പിന്നെ പറയേണ്ടതില്ല. ആ ഭിന്നിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ ഭിന്നിപ്പ് വേറെയും, അതുപോലെ തന്നെ സഹോദരിമാർ തമ്മിലുള്ള ഭിന്നിപ്പ് വേറെയും, അപ്രകാരം തന്നെ ഭിന്നിപ്പ് പല രൂപത്തിലും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്ത് കാരണത്താലാണ്? മാരക രോഗമായ ആ മാനസിക രോഗങ്ങൾ, മദീന ഇമാം ഉണർത്തിയതായ രോഗങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് അത് മനസ്സിലാക്കി അതിനോട് വിടവാങ്ങാൻ പരിശ്രമിക്കാത്തത് കാരണത്താലാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളോട് വിടവാങ്ങുവാനും
മഹബ്ബത്ത് വീണ്ടെടുക്കുവാനും ഞാൻ നേരത്തെ പറഞ്ഞതായ വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു എന്ന് അല്ലാഹു കൽപ്പിച്ചതായ ആ ആയത്ത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാനും ഫിറ്റാക്കുവാനും ഖളുമുൽ ഗൈദ് എന്ന ആയത്തിന്റെ അവസാനം പറയുന്നുണ്ട്. ഖളുമുൽ ഗൈദ് പറഞ്ഞാൽ എപ്പോഴും നാം ദേഷ്യത്തിനെ കോപത്തെ അടക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ദേഷ്യം വരുന്ന സന്ദർഭത്തിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കലാണ് ഖളുമുൽ ഗൈദ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ളതായ ആ പ്രത്യേകതകൾ മനുഷ്യന് ലഭിച്ചു കഴിഞ്ഞാൽ തന്നെ ക്ഷമ കൈക്കൊള്ളാൻ സാധിക്കും. ക്ഷമ കൈക്കൊണ്ടാൻ സാധിച്ചാൽ തന്നെ ഏകോദര സഹോദരമായി ജീവിക്കണമെന്നതായ മദീന ഇമാം കൽപ്പിച്ചതായ കൽപ്പന അനുസരിച്ച് നമുക്ക് സഹോദര ബന്ധം പുലർത്താൻ അത് സഹായകമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തലാഖ് കുറക്കുവാനും അതിന് ശതമാനം കുറക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ അയൽവാസികൾക്കുള്ളതായ അവകാശം നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്താതിരിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകുടുംബക്കാരോട് ചാർച്ച ബന്ധം ചേർത്തുകൊണ്ട് ജീവിക്കുവാനും അതൊക്കെ നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ സഹപാഠികളും സഹപ്രവർത്തകരും സഹജീവികളും അങ്ങും ഇങ്ങും ഏകോദര സഹോദരന്മാരായിട്ട് പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണെങ്കിൽ ജീവിക്കാനുള്ളതായ മാധ്യമങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചിട്ട് നടപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പറഞ്ഞതുപോലെ വതവാസൗ ബിസ്സബ്ർ വതവാസൗ ബിൽ മർഹമ ക്ഷമ കൈകൊണ്ടുകൊണ്ടും കിർഫ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയും കൊണ്ടും അങ്ങും ഇങ്ങും മനുഷ്യന്മാര് ഏകോദര സഹോദരന്മാരായി ജീവിക്കുന്ന സന്ദർഭത്തിൽ താഴ്ന്നു കൊടുക്കേണ്ടി വരും. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് പല കാര്യങ്ങളിലും പിഴവ് വന്നു പോകുന്ന സന്ദർഭത്തിൽ, കുറവ് വന്നു പോകുന്ന സന്ദർഭത്തിൽ, വീഴ്ച വന്നു പോകുന്ന സന്ദർഭത്തിൽ താഴ്ന്നു കൊടുക്കേണ്ടി വരും. അങ്ങനെ താഴ്ന്നു കൊടുക്കുക എന്നത് യഥാർത്ഥത്തിൽ അത് നിന്റെ ഉയർച്ചയിലേക്കാണ് സൂചന നൽകുന്നത്. അപ്പോൾ നിന്റെ ഉയർച്ചയിൽപ്പെട്ടതാണ് നീ താഴ്ന്നു കൊടുക്കൽ. എന്തുകൊണ്ട്? നിന്റെ സഹോദരന് നീ കുറ്റം സമ്മതിച്ചുകൊണ്ട് അവനോടുള്ളതായ സഹോദരനെ സ്ഥാപിക്കാൻ വേണ്ടിയുള്ളതായ നിന്റെ പരിശ്രമത്തിന്റെ ഒരു ഭാഗമാണത്. അതിന്റെ പേരാണ് ഇസ്ലാഹു ദാത്തുൽ ബൈൻ. അതുകൂടി മദീന ഇമാം ഇന്ന് അവസാനം പറഞ്ഞതായ ഭാഗമാണ്. ഇസ്ലാഹു ദാത്തുൽ ബൈനെ കുറിച്ച് റസൂൽ പറഞ്ഞതായ ഒരു ഹദീസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അലാ ഉഖ്ബിറുക്കും ബിഅഫ്ള മിൻ ദറജത്തി സിയാമി വസ്സലാത്തി വസ്സദഖ. ധർമ്മത്തെക്കാൾ, നിസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, എല്ലാ സൽക്കർമ്മങ്ങളെക്കാൾ സുന്നത്തായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. സുന്നത്തായ എല്ലാ സൽക്കർമ്മങ്ങളെക്കാൾ പ്രതിഫലമുള്ളതായ മഹത്വമുള്ളതായ ഒരു അമലിനെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് റസൂൽ ചോദിച്ചു. സഹാബാക്കൾ പ്രത്യുത്തരം നൽകി ബലാ യാ റസൂലല്ലാഹ്, അതേ റസൂലേ എന്ന്. അപ്പോൾ റസൂൽ മറുപടി പറയുകയുണ്ടായി ഇസ്ലാഹു ദാത്തുൽ ബൈൻ, അഥവാ ഭിന്നിച്ചവരെ നന്നാക്കുക, ഭിന്നിച്ച രണ്ട് ഗ്രൂപ്പിനെ നന്നാക്കുക, ഭിന്നിച്ചതായ ഭാര്യ ഭർത്താവിനെ നന്നാക്കുക, ഭിന്നിച്ച സഹോദര സഹോദരിമാരെ സഹോദരികളെ പരസ്പരം ഭിന്നിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നന്നാക്കുക, അഥവാ വക്കാണമുള്ളവരെ ചൊടിയുള്ളവരെ നന്നാക്കുക. ഇസ്ലാഹു ദാത്തുൽ ബൈൻ. എന്തുകൊണ്ട്? വീട് ഫസാദാവുക എന്നത് ഹാലിഖയാണ്. ഒരു വീട് ഫസാദാവുക, ഹൃദയം ഫസാദാവുക, മനുഷ്യരാശി ഫസാദാവുക എന്തിലൂടെയാണ്? അത് ഇങ്ങനെയുള്ളതായ മഹാമാരകമായ രോഗത്തിലൂടെയാണ്. അതിലൂടെ ദീനിനെയാണ് നാം കളയുന്നത്. മുടി കളയലല്ല ഇത് ദീൻ കളയലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ളതായ ഈ പ്രത്യേകതയെല്ലാം ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികളായി ഏകോദര സഹോദരന്മാരായി ജീവിക്കാനുള്ളതായ പരിശ്രമം നമ്മളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നാം ഒന്നാമത് മക്ക ഇമാം പറഞ്ഞതായ പ്രസംഗം അനുസരിച്ചിട്ട് ആ ബുദ്ധിപൂജകന്മാരെ പോലത്തതായ മതം പൊട്ടി ജീവിക്കുന്നവരിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ നാം ഇൽമു പഠിക്കണമെന്ന് അവിടെ പഠിച്ചു. എന്നതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ചാൽ നാം അറിയാത്ത കാര്യങ്ങൾ അറിയാൻ വേണ്ടിയും പഠിക്കാൻ വേണ്ടിയും അറിയാത്ത കാര്യങ്ങൾ ക്ലാസ്സിലൂടെയോ പ്രസംഗത്തിലൂടെയോ വാതിലൂടെയോ പ്രബോധനത്തിലൂടെയോ അല്ലെങ്കിൽ ലേഖനങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഉപദേഷ്ടാക്കളുടെ ഉപദേശങ്ങളിലൂടെയോ അത്തരം കാര്യങ്ങൾ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി ഈ മതത്തിലേക്ക് പരിപൂർണമായി കടന്നു ചെല്ലാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കുക. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, അള്ളാഹുവിന്റെ മതത്തിലേക്ക് രണ്ടു കാലും കയറ്റി വെച്ച് കടത്തുക എന്നാണ് ഞാൻ പറയാറുള്ളത്. പരിപൂർണമായി കടന്നു വരിക, ഒരു കാല് അകത്തും ഒരു കാല് പുറത്തുമല്ല എന്ന അർത്ഥത്തിലേക്ക് ആ രൂപത്തിൽ കടന്നു വരുന്നവരിൽ നാം എല്ലാവരെയും അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഇതുവരെ പറഞ്ഞതായ മക്കയും മദീനയിലും നടന്നതായ ഖുതുബയുടെ പരിഭാഷയിൽ നാം കേട്ടതായ ആ പ്രധാന പോയിന്റുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതായ സഹോദരന്മാരിലിട്ട് പലരും രോഗികളുണ്ട്. അവരുടെ രോഗത്തെയെല്ലാം അള്ളാഹു പരിപൂർണമായി അള്ളാഹു സുഖപ്പെടുത്തുമാറാവട്ടെ. അവർക്ക് ആരോഗ്യവും ആഫിയത്തും അള്ളാഹു നൽകുമാറാവട്ടെ. അവർ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും അല്ലെങ്കിൽ അവര് ഹോസ്പിറ്റലിലാണെങ്കിലും അവരെവിടെയാണെങ്കിലും അവിടെ നിന്നെല്ലാം സുഖപ്പെട്ട് പരിപൂർണ ആരോഗ്യത്തോടു കൂടി പുറത്തു വന്ന് അള്ളാഹുവിന്റെ മതത്തിൽ അടിയുറച്ചുകൊണ്ട് അവര് അള്ളാഹുവിനെ അനുസരിച്ചുകൊണ്ട് അവർക്ക് ഇവിടെ ജീവിക്കുവാനും സേവിക്കുവാനുള്ളതായ ദീർഘായുസ്സും ആരോഗ്യവും അള്ളാഹുവേ നീ അവർക്ക് നൽകണേ നാഥ, ഞങ്ങൾക്കും നൽകണേ രക്ഷിതാവേ. അതുപോലെ ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് നീ പുറത്തു കൊടുക്കണേ രക്ഷിതാവേ. അവരുടെ ഖബറുകളിൽ നിന്ന് സുഖത്വപ്പാക്കി മാറ്റണേ രക്ഷിതാവേ. അവരോടൊപ്പം ഞങ്ങളെയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ നാഥ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.